ഹലോ കുഞ്ഞോളെ, നമ്മളങ്ങനെ പൊട്ടൻഷ്യൽ എന്താണ് എന്നും ഒരു പോയിന്റ് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ എത്രയാണ് എന്നും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം ഒന്നിൽ കൂടുതൽ ഒരുപാട് ചാർജുകൾ വന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റം ഓഫ് ചാർജസിൻ്റെ ഫീൽഡിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരണമെങ്കിൽ ചെയ്യേണ്ട വർക്ക് ഡൺ. ദാറ്റ് മീൻസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് പോയിന്റ് ചാർജ് എങ്ങനെ കണ്ടുപിടിക്കാം, അതായത് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ. ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പറഞ്ഞത്. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു സിസ്റ്റം ഓഫ് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. ആ സിസ്റ്റം ഓഫ് ചാർജ് എന്ന് പറയുന്നത് ഡൈപോളാണ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ. എന്താണ് ഡൈപോള്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ വെക്ടർ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഡൈപോൾ. അപ്പോൾ ഒരു -q ചാർജും +q ചാർജും ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ സിസ്റ്റത്തിന് ചുറ്റുമുള്ള ഫീൽഡിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നമുക്കൊരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരണം ഇൻഫിനിറ്റിയിൽ നിന്ന്. അതായത് ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടെത്തണം. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിൽ സ്പെഷ്യൽ കേസുകൾ പറയാം. ആദ്യം ഏതെങ്കിലും ഒരു പോയിന്റിലുള്ളത് കണ്ടെത്താം. ഓക്കെ, അപ്പൊ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ നിങ്ങളെ. ഇതാണ് നമ്മുടെ ഡൈപോൾ. -q ചാർജ് ആൻഡ് +q ചാർജസ്, -q ചാർജ് ആൻഡ് +q ചാർജ് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഇത് സെപ്പറേറ്റ് ചെയ്യപ്പെട്ട ഡിസ്റ്റൻസ് ആണ്, അതായത് വെക്ടർ ഡിസ്റ്റൻസ്, അതായത് ഡൈപോൾ ലെങ്ത് which is 2a. ഓക്കെ, ഇതാ ഞാനിനി ഇതാ ഇത് a ആണ്, ഇത് a ആണ്, ടോട്ടൽ 2a. ഓക്കെ, this is the center of the dipole which is O. Center of the dipole is O. ഓക്കെ, നമ്മൾ അപ്പൊ ഇതിന് ചുറ്റും -q ചാർജ് കാരണം ഒരു ഫീൽഡ് ഉണ്ട്, +q ചാർജ് കാരണം ഒരു ഫീൽഡ് ഉണ്ട്. ആ രണ്ടെണ്ണത്തിന്റെ ഒരു കമ്പൈൻഡ് ഫീൽഡ് ആണ് ഇപ്പോൾ ഇതിന് ചുറ്റുമുള്ളത്. ഓക്കെ, ആ കമ്പൈൻഡ് ഫീൽഡിലുള്ള ഒരു പോയിന്റ് ആണ് C. ഓക്കെ, ഇതാ C എന്ന പോയിന്റ്, കമ്പൈൻഡ് ഫീൽഡിലുള്ള ഒരു പോയിന്റ് ആണ് C. ഓക്കെ, ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. C എന്ന പോയിന്റിലെ പൊട്ടൻഷ്യലാണ്. -q പ്ലേസ് ചെയ്തിട്ടുള്ള ഈ പോയിന്റിനെ ഞാൻ A എന്ന് വിളിക്കുന്നു. So A is situated, I mean -q is situated at point A and +q is situated at point B. The distance between A and B is the dipole length which is 2a. C is the observation point where the potential is to be determined. Okay അല്ലേ? അപ്പോൾ ആ C എന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ C എന്ന പോയിന്റ് നമ്മുടെ ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് ഏകദേശം ഈ ഡിസ്റ്റൻസ് ആണ് മാഷ വരക്കാണ്ടി പോകുന്നത്. ഡൈപോളിന്റെ സെന്ററിൽ നിന്നും ഈ ഒബ്സർവേഷൻ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അത് സ്മോൾ ലെറ്റർ r. ഓക്കെ, ഡൈപോളിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേടാ മക്കൾ? ഇത്രയാണ് ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഡാറ്റ. ഇനി അപ്പൊ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അപ്പൊ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം -q ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ എത്രയാണ് എന്ന് എഴുതുക, +q ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ എത്രയാണെന്ന് എഴുതുക. അപ്പൊ ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ കിട്ടിയില്ലേ എങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പ്രകാരം എന്താണ്? പിന്നെ രണ്ട് പൊട്ടൻഷ്യലുകളുടെ സമ്മാണ്. സോ നമ്മൾ എഴുതാൻ പോകുന്നത് നോക്കിക്കോളാം ആദ്യം. ഓക്കെ, എന്താണ് പൊട്ടൻഷ്യൽ at C due to what? +q charge. ഓക്കെ, അപ്പോ +q ചാർജ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ചാർജ് ആണ്. അപ്പൊ പോയിന്റ് ചാർജ് കാരണമുള്ള ഫീൽഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഈ +q ചാർജിൽ നിന്ന് ആ ഒബ്സർവേഷൻ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതല്ലേടാ മക്കളെ?
ആ ഡിസ്റ്റൻസ് ആണ് ബി സി. ഓക്കെ, അതേപോലെ മൈനസ് ക്യൂ ചാർജിൽ നിന്നും ഒബ്സർവേഷൻ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് മാറ്റി വരക്കുന്നത് അല്ലെ. ഇതാ ഈ ഡിസ്റ്റൻസ് which is AC. Okay, that so potential electricity due to plus q charge, it is V plus positive charge കാരണമുള്ള പൊട്ടൻഷ്യൽ അതെന്താണ്? റിപ്പൾസീവ് പൊട്ടൻഷ്യൽ ആണ് V plus which is 1/4 pi epsilon co അല്ലേ. പോസിറ്റീവ് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ റിപ്പൾസീവ് പൊട്ടൻഷ്യൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 1/4 pi epsilon co what? q by bc. എന്താണ്? പൊട്ടൻഷ്യൽ at c due to minus q charge, which is V minus which is equal to 1/4 pi epsilon co minus q by AC. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇത് കാരണമുള്ള ഇവിടെയുള്ള പൊട്ടൻഷ്യൽ റിപ്പൾസീവ് പൊട്ടൻഷ്യൽ ആണ്. ഇത് കാരണമുള്ള പൊട്ടൻഷ്യൽ അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ ആണ്. പക്ഷെ ശരിക്കും പറഞ്ഞ സ്കിന്നുള്ള പോയിന്റ് പ്ലസ് ക്യൂ ചാർജിന്റെ അടുത്താണുള്ളത് അല്ലെ, മൈനസ് ക്യൂ ചാർജിന്റെ അടുത്തല്ല. അപ്പൊ ഇവിടെ ശരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക റിപ്പൾസീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും. അത് നമുക്ക് പിന്നീട് വഴിക്ക് പറയാം. അത് പിന്നെ ഇങ്ങോട്ടായാൽ എന്താകും എന്നുള്ള കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ കേസിൽ നമുക്ക് പറയാം. എനിവേ രണ്ട് ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ നമ്മൾ ഇപ്പോൾ എഴുതി കഴിഞ്ഞു. Therefore, total potential at C. അതെങ്ങനെ നമ്മള് അങ്ങനെ എഴുതുന്നത്? യൂസിംഗ് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ. V plus V minus A. അതെന്താണ് മക്കളെ? V total potential V is equal to Q by 4 pi epsilon co. ബാക്കി എന്താണ്? 1/AC minus 1/BC അല്ലേ. ഇതാണ് ടോട്ടൽ പൊട്ടൻഷ്യൽ. ഓക്കെ, ഇതാണ് ടോട്ടൽ പൊട്ടൻഷ്യൽ, ഇക്വേഷൻ നമ്പർ 1. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? AC ആൻഡ് BCക്ക് എക്സ്പ്രഷൻ കണ്ടെത്തണം. ഓക്കെ, AC ആൻഡ് BCക്ക് എക്സ്പ്രഷൻ കണ്ടെത്തണം. അതിനിപ്പോ എന്താ ചെയ്യാ? അതിന് വലിയ പണിയൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. മാഷ് ചെയ്യുന്ന ഓരോ കാര്യം ശ്രദ്ധിക്കുക. ആദ്യം ഇതാണ് ഡൈപോളിന്റെ ഡയറക്ഷൻ. മൈനസ് ക്യൂ പ്ലസ് ക്യൂ, മൈനസ് നെഗറ്റീവ് പോസിറ്റീവിലേക്കാണ് ഡൈപോളിന്റെ ഡയറക്ഷൻ. അപ്പൊ ഡൈപോൾ ഒബ്സർവേഷൻ പോയിന്റുമായിട്ടുണ്ടാക്കുന്ന ഈ ആംഗിൾ ഇത് തീറ്റയാണ്. ഒബ്സർവേഷൻ പോയിന്റുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. ഓക്കെ, കേൾക്കുന്നുണ്ടടാ മക്കളെ? അപ്പൊ നമ്മൾ ഈ ബി സിയുടെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാം? നേരെ ശ്രദ്ധിച്ചോ. ഈ ബിയിൽ നിന്ന് ഒ സി എന്ന് പറഞ്ഞ ഈ ലെങ്ത്തിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരക്കാണ്. ഓക്കെ, ഇത് ആംഗിൾ 90 ആണ്, ഇത് 90 ആണ്. ഒരു പെർപെൻഡിക്കുലർ നമ്മൾ അങ്ങനെ വരക്കാം. അങ്ങനെ വരക്കുമ്പോൾ ഒ സിയിൽ ടച്ച് ചെയ്യുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിനെ ഞാൻ ഡി എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഡ്രോ എന്തായിരുന്നു നമ്മൾ വരച്ചത്? ഏതാണ്? ബി ഡി which is perpendicular to what? OC. OCക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് BD വരച്ചു. ഓക്കെ, ഇനി ഇങ്ങനെ വരക്കുമ്പോൾ നിങ്ങൾ BC എന്ന് പറയുന്ന ലെങ്ത്തും CD എന്ന് പറയുന്ന ലെങ്ത്തും നോക്കിയേ. BC approximately equal to CD അല്ലെ. BC എന്ന് പറഞ്ഞ ലെങ്ത് CDക്ക് ഏകദേശം ഈക്വൽ ആണ്. ഓക്കെ, that CD is equal to actually OC minus OD അല്ലെ. OC minus OD which is equal to എന്താണ്? OC is R, so OC minus OD
അല്ലെ, ആർ മൈനസ് ഒ ഡി. അപ്പൊ ഇനി ബി സി എന്താണെന്ന് കണ്ടെത്തണമെങ്കിൽ ഒ ഡി എന്നാണെന്ന് കണ്ടെത്തണം. ഒ ഡി എന്നാണെന്ന് കണ്ടെത്തണം. അതിന് വലിയ പണിയൊന്നുമില്ലടാ. അവിടെ ഒരു ആംഗിൾ കണ്ട, ഇതൊരു റൈറ്റ് ആംഗിളുടെ ട്രയാംഗിൾ ആണ്, ഈ ആംഗിൾ തീറ്റയാണ് എങ്കിൽ നിങ്ങൾ ആ തീറ്റ ആ ട്രയാംഗിളിൽ ഒ ഡി പി എന്നുള്ള ട്രയാംഗിള് കോസ് തീറ്റ കണ്ടുപിടിച്ചേടാ. കോസ് തീറ്റ ഈസ് ആക്ച്വലി OD by OB, അല്ലേ? OD by OB. From that, which is equal to OD by OB എന്താണ്? OB എന്താണ്? ഡൈപോളിന്റെ ഹാഫ് അല്ലേ? ഡൈപോൾ ലെങ്തിന്റെ ഹാഫ് അല്ലേ? which is A. So OD is equal to A cos theta. Therefore BC is equal to R minus A cos theta. Case number 2. കണ്ട BC നമുക്ക് ഇതിലെ BC കിട്ടാൻ വേണ്ടിയിട്ട് BD എന്നുള്ള പെർപെൻഡിക്കുലർ വരച്ചു അല്ലേ? എന്നിട്ട് അതിൽ നിന്ന് പിന്നെ BCയുടെ ലെങ്ത് എഴുതി, അതിൽ നിന്ന് OD കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് cos theta വാല്യൂ എഴുതി, അവസാനം BC R minus A cos theta ആണ്. ഇനെന്ത് വേണം? ഇനി നമുക്ക് AC കണ്ടുപിടിക്കണം. AC കണ്ടുപിടിക്കുന്ന എങ്ങനെ അറിയാമോ? നേരെ നോക്കിക്കോടാ. ഈ CO എന്നുള്ള ലെങ്ത് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് നീട്ടി വരയ്ക്കാണ്, എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഓക്കെ, അതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഓക്കെ, OC എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എക്സ്റ്റെൻഡ് ചെയ്ത ശേഷം ഈ എക്സ്റ്റൻഷനിലേക്ക് എയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരക്കണം. ഈ ആംഗിൾ 90 ആണ്. ഓക്കെ, ഈ പോയിന്റിന് ഞാൻ E എന്ന് വിളിച്ചു. E എന്ന പോയിന്റ് E. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഡ്രോ എ പെർപെൻഡിക്കുലർ വാട്ട് AE which is perpendicular to OC കല്ല, OC extended ന് OC extend ചെയ്ത OC ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് AE വരച്ചു. ഓക്കെ, ഇനി അതിൽ ഏതൊക്കെ ലെങ്താണ് ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ചെയ്താ? AC-യും EC-യും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. ഓക്കെ, AC അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു EC അല്ലേ? ബട്ട് EC is equal to OC plus OE അല്ലേ? OC plus OE. But OC is R അല്ലേ? R plus OE. അപ്പൊ നമുക്ക് ഇനി എന്ത് വേണം? AC അറിയണമെങ്കിൽ OE അറിയണം. അതിന് വലിയ പണിയൊന്നുമില്ല. ഈ ആംഗിൾ തീറ്റ അല്ലേ? surely this angle is theta. എങ്കിൽ ആ ആംഗിളിന്റെ കോസ് വാല്യൂ കണ്ടുപിടിക്കണം. അവിടെ കണ്ടുപിടിച്ച പോലെ തന്നെ കോസ് തീറ്റ വാല്യൂ കണ്ടുപിടിക്കി. കോസ് തീറ്റ is equal to എന്താടാ OE by OA അല്ലേ? OE by OA. സോറി, എന്താടാ? yes equal to OE by OA എന്താ? OA എന്താ? ഡൈപോളിന്റെ ഹാഫ്. so OE is equal to A cos theta. അപ്പൊ ഇതെന്തായി? AC is equal to R plus A cos theta. ഇക്വേഷൻ നമ്പർ 3. അപ്പൊ നമ്മള് ആ ടോട്ടൽ പൊട്ടൻഷ്യലില് നമുക്ക് ആവശ്യമായിട്ടുള്ള AC ആൻഡ് BC കണ്ടുപിടിച്ചു. BC ഇതാണ്, AC ഇതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ നമ്പർ 2 and 3. ഓക്കെ, 2 and 3 in equation number 1 എന്താകും? ടോട്ടൽ പൊട്ടൻഷ്യൽ V is equal to Q by 4 pi epsilon 0 ഉണ്ടെന്നില്ലല്ലോടാ? Q by 4 pi epsilon 0 1 by AC which is 1 by R plus A cos theta.
minus 1 by r minus a cos theta, which is equal to q by 4 pi epsilon 0 r minus a cos theta minus r minus a cos theta. അല്ലേ? divided by r square minus a square cos square theta. Okay? അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നില്ലല്ലോ ഇവിടെ. ഇതെന്താണ് 1/BC അല്ലേടാ? 1/BC മൈനസ് 1/AC അല്ലേടാ വരിക അല്ലെ? 1/BC ഇതല്ലേ പോസിറ്റീവ്. 1/BC മൈനസ് 1/AC അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ r മൈനസ് a cos theta r പ്ലസ് a cos theta അല്ലെ? BC ക്കുള്ള എക്സ്പ്രഷൻ എന്താണ്? r മൈനസ് a cos theta. ഫസ്റ്റ് AC ക്കുള്ള r പ്ലസ് a cos theta. അപ്പോൾ ഇതെന്തായടാ മക്കളെ? r പ്ലസ് a cos theta മൈനസ് പ്ലസ് അല്ലെ? r മൈനസ് ഇൻടു മൈനസ് പ്ലസ്. ഇതാണ് അവസാനം ഫൈനലായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ ഈക്വൽ ടു, കുഞ്ഞുമക്കളെ ശ്രദ്ധിക്കണേ, ഈക്വൽ ടു എന്താണ്? r ക്യാൻസൽഡ്. സോ q ബൈ 4 pi epsilon 0 a cos theta plus a cos theta, which is 2a cos theta, divided by r square minus a square cos square theta. അല്ലേ? ബട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സംഗതി അല്ലേടാ മക്കളെ, q into 2a എന്താണ്? q into 2a is p, dipole moment p അല്ലേ? അത് മാത്രമല്ല, for an ideal dipole എന്താ സംഗതി? ആറിനെ കമ്പയർ ചെയ്യുമ്പോൾ a വളരെ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വാണ്ടിറ്റി ചെറുതാണ്, അതിന് നമുക്ക് നെഗ്ലെക്ട് ചെയ്യാം. അപ്പൊ ഇതെന്തായി? v is equal to 1/4 pi epsilon 0 q into 2a is p cos theta by r square. This is the potential due to the dipole. Dipole കാരണമുള്ള പൊട്ടൻഷ്യൽ എക്സ്പ്രഷൻ ആണ് ഇത്. ഓക്കേ, ഒരു സംശയമില്ല. ആദ്യം നമ്മൾ പോസിറ്റീവ് പൊട്ടൻഷ്യൽ എഴുതി, അതായത് പോസിറ്റീവ് ചാർജ് കാരണമുള്ള അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ എഴുതി. ഇനി നെഗറ്റീവ് ചാർജ് കാരണമുള്ള റിപ്പൾസ് പോസിറ്റീവ് ചാർജ് കാരണമുള്ള റിപ്പൾസീവ് പൊട്ടൻഷ്യൽ എഴുതി, നെഗറ്റീവ് ചാർജ് കാരണമുള്ള അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ എഴുതി, അട്രാക്റ്റീവ് പൊട്ടൻഷ്യലിന്റെയും റിപ്പൾസീവ് പൊട്ടൻഷ്യലിന്റെയും സം എഴുതി. എന്നിട്ട് അതിൽ BCയും ACയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു BD എന്നുള്ള പെർപെൻഡിക്കുലർ വരച്ചു, A എന്നുള്ള പെർപെൻഡിക്കുലർ വരച്ചു. അതിൽ നിന്ന് വളരെ സുന്ദരമായിട്ട് BCയും ACയും കണ്ടെത്തി. എന്നിട്ട് ആ BCയും AC ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ വരെ ഇവിടെ എത്തിക്കഴിഞ്ഞ ശേഷം 2 into 2a p എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഡൈപോൾ ഐഡിയൽ ആകുമ്പോൾ r എന്നുള്ള ലെങ്തിനെ കമ്പയർ ചെയ്യുമ്പോൾ a എന്നുള്ള ലെങ്ത് വളരെ ചെറുതാണ്. അപ്പോൾ ഇത് ഈ ടേം നെഗ്ലെക്ട് ചെയ്യപ്പെട്ടു. സോ ലാസ്റ്റ് ഫൈനൽ പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് അറൗണ്ട് ദി dipole is equal to 1/4 pi epsilon 0 p cos theta by r square എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞതാ മക്കളെ. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും, അതെന്താ ഇവിടെ പോസിറ്റീവ് വന്നത്? പോസിറ്റീവ് വരാനുള്ള കാരണം ഈ സി എന്നുള്ള പോയിന്റ് പ്ലസ് ക്യൂ ചാർജിന്റെ സൈഡിലാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് പോസിറ്റീവ് വന്നത്. ഓക്കെ, അപ്പൊ ആക്ച്വലി നമുക്കത് ഇങ്ങനെ പറയാം, രണ്ട് പോയിന്റുകളായിട്ട് നമുക്ക് എഴുതാം. ഈ ദി point C is nearer to plus Q charge. Plus Q charge അടുത്താണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടിയ പോലെ റിപ്പൾസീവ് പൊട്ടൻഷ്യൽ നമുക്ക് വിളിക്കാം. റിപ്പൾസീവ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദി ഡൈപോൾ P cos theta by r square.
Okay, this is the repulsive potential due to dipole. Okay, അതേസമയം നിങ്ങൾ ഈ സി എന്നുള്ള പോയിന്റ് ഈ ഭാഗത്തായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ടേം ഇവിടെ വരും, ഈ ടേം ഇവിടെ വരും. ഓക്കെ, എന്താ 1/AC - BC എന്നുള്ള രീതിയിൽ വരും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നെഗറ്റീവ് വരും. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ എന്താണെന്ന് അറിയാവോ, ഈ അടുത്ത പോയിന്റ് ആണ് നമുക്ക് ഇങ്ങനെ എഴുതാം. The point C is nearer to minus Q. എന്ത് സംഭവിക്കും? V minus is equal to 1/4πε0 minus P cos theta by R square. Minus P cos theta by R square, which is the attractive potential. മനസ്സിലായോ? ഈ ചാർജിന്റെ അടുത്താണെങ്കിൽ ടെസ്റ്റ് ചാർജിനെ റിപ്പൽ, അപ്പൊ എന്ത് ചെയ്യണം? അതിനെതിരായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഈ ചാർജിന്റെ അടുത്താണെങ്കിൽ ഒബ്സർവേഷൻ പോയിന്റ് നെഗറ്റീവ് ചാർജിന്റെ അടുത്താണെങ്കിൽ അവിടെ അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ ആണ് ഫീൽ ചെയ്യുക. ഈ രണ്ട് പോയിന്റുകൾ കുഞ്ഞുമക്കൾക്ക് ക്ലിയർ ആണല്ലോ. ഇനി മാഷ് അവിടെ 2-3 സ്പെഷ്യൽ കേസുകൾ പറയാൻ വേണ്ടി പോവാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 സ്പെഷ്യൽ കേസുകൾ പറയാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി ഞാനിത് വായിക്കട്ടെടാ, വായിക്കുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡൈപോളിന്റെ ചുറ്റും ഏതോ ഒരു പോയിന്റ് അല്ലേ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഡൈപോളിന്റെ ചുറ്റും ഇഷ്ടംമാതിരി പോയിന്റുകളിൽ ഏതോ ഒരു പോയിന്റ് എടുത്തു, അപ്പോൾ കിട്ടിയ എക്സ്പ്രഷൻ ആണിത്. അത് പോസിറ്റീവ് കിട്ടാനുള്ള കാരണം ആ എടുത്ത പോയിന്റ് പ്ലസ് ക്യൂ ചാർജിന്റെ അടുത്തായത് കൊണ്ടാണ്. അതെങ്ങാനും നിങ്ങൾ ഈ ഭാഗത്ത് എടുത്തിരുന്നെങ്കിൽ ഈ ഇക്വേഷൻ കിട്ടുമായിരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയാവോ? If the point C is on equatorial line of the dipole, നിങ്ങൾ ആ പോയിന്റ് എടുക്കുന്നുണ്ടല്ലോ, അടുത്ത പോയിന്റ് ഉണ്ടല്ലോ, ഈ സി എന്നുള്ള പോയിന്റ്, അത് ഇക്വറ്റോറിയൽ ലൈനിൽ പറഞ്ഞാ സെന്ററിലേക്ക്, ഡൈപോളിന്റെ സെന്ററിലേക്ക് കൂടിയിട്ട് ഡൈപോൾ ലെങ്ത് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്ന ലൈനാണ്. അപ്പൊ ഈ പോയിന്റ് ആ ഇക്വറ്റോറിയൽ ലൈനിലായിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കും? ഈ തീറ്റ എന്താകും? തീറ്റ 90 ആകും. തീറ്റ 90 ആയി കഴിഞ്ഞാൽ തീറ്റ is equal to 90 degree. തീറ്റ 90 ആയാൽ പൊട്ടൻഷ്യൽ എത്രയാണ്? cos 90 0. that means potential is 0. അതായത് ഇത് മൈനസ് ക്യൂ ചാർജ്, ഇത് പ്ലസ് ക്യൂ ചാർജ്, ഇതാണ് O, ഇതാണ് ഇക്വറ്റോറിയൽ ലൈന്, ആംഗിൾ 90 ആണ്. തീറ്റ is equal to 90. ഇക്വറ്റോറിയൽ ലൈനിനെ കൂടിയിട്ട് നിങ്ങൾ ഒരു ടെസ്റ്റ് ചാർജിന് ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെതിരായിട്ട് വർക്ക് ചെയ്യണ്ട. അതിനെ നിങ്ങൾക്ക് തള്ളിക്കൊണ്ട് പോകാം, ടെസ്റ്റ് ചാർജിന് തള്ളിക്കൊണ്ട് പോകാം. ഏകല കൂടി തള്ളിക്കൊണ്ട് പോകുമ്പോൾ ഫ്രിക്ഷനെതിരായിട്ടുള്ള ഒരു വർക്ക് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെതിരായിട്ട് വർക്ക് വേണ്ട. ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെതിരായിട്ട് വേണമെങ്കിൽ വർക്ക് ചെയ്യേണ്ടി വരും, ഫ്രിക്ഷണൽ ഫോഴ്സിനെതിരായിട്ട് വർക്ക് ചെയ്യേണ്ടി വരാം. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെതിരായിട്ട് വർക്ക് ചെയ്യേണ്ട. കാരണം എന്താണ്? പൊട്ടൻഷ്യൽ at any point on the equatorial line of the dipole is equal to 0. Very important result. Okay, അതേ സമയം if the point C is on axial line. ഓക്കെ, ആക്സിയൽ ലൈൻ എന്ന് പറയുമ്പോൾ 2 കേസ് ഉണ്ട്. ഇതാണ് ആക്സിയൽ ലൈൻ. ഓക്കെ, ഇതാണ് ആക്സിയൽ ലൈൻ. ആക്സിയൽ ലൈനിൽ ഇപ്പുറത്തും വരാം. ഓക്കെ, അതെ, ഇതാണ് മൈനസ് ക്യൂ, ഇതാണ് പ്ലസ് ക്യൂ. ഓക്കെ, ആക്സിയൽ ലൈൻ എന്ന് പറയുമ്പോൾ ഇപ്പുറത്തും വരാം. അത് ഞാൻ എന്താക്കുന്നു അറിയാടോ, ആ പോയിന്റ് സി എന്നുള്ളത് ഈ ഭാഗത്ത് എടുക്കുന്നു, പ്ലസ് ക്യൂ ചാർജിന്റെ അടുത്ത് എടുക്കുന്നു. അപ്പൊ എന്തായി? തീറ്റ എന്നുള്ളത് ഇതായിരുന്നു ഒബ്സർവേഷൻ പോയിന്റ് സി, അതിങ്ങനെ വന്നു. അപ്പൊ ആംഗിൾ തീറ്റ എന്തായിടാ? തീറ്റ 0 ആയി. വേറെ 2 കേസ് ഉണ്ട്. തീറ്റ is equal to 0 degree.
തീറ്റ 0 ആയി കഴിഞ്ഞാൽ കോസ് തീറ്റ എന്തായി 1 ആയി. സോ v പ്ലസ് അത് പോസിറ്റീവ് ആയതുകൊണ്ടാണ് v പ്ലസ് is equal to 1 by 4 pi epsilon 0 p by r square. അതേസമയം അത് ഇപ്പുറത്തായി കഴിഞ്ഞാൽ സി എന്നുള്ള പോയിന്റ് ഇപ്പുറത്തായി കഴിഞ്ഞാലോ എന്തായി ഉണ്ടെന്നില്ലല്ലോടാ. ഇതാണ് തീറ്റ. ഇങ്ങനെ വന്നാൽ തീറ്റ എത്രയായി? തീറ്റ 180 ഡിഗ്രി ആയി. തീറ്റ is equal to 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ cos തീറ്റ cos 180 minus 1, that means v minus a minus 1 by 4 pi epsilon 0 p by r square. മീനിങ് എന്താണെന്ന് മനസ്സിലായ? ഇതാണ് നമ്മുടെ ഡൈപോൾ. അതിന്റെ എവിടെയെങ്കിലും ഉള്ള ഒരു പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, അത് ഇവിടെയാണെങ്കിൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ ആണ് ഇത്. അപ്പൊ ആക്ച്വലി കോസ് തീറ്റയുടെ മാക്സിമം വാല്യൂ അല്ലേ 1 അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പൊട്ടൻഷ്യലിന്റെ മാക്സിമം വാല്യൂ അല്ലേ ഇത് എന്ന് പറഞ്ഞാല് ആക്സിയൽ ലൈനിലാണ് പൊട്ടൻഷ്യൽ മാക്സിമം. അത് ഇങ്ങനെ വരുമ്പോൾ കുറഞ്ഞോണ്ട് വരും. ആ മാക്സിമം വാല്യൂ എത്രയാണ്? ഈ ഭാഗത്ത് മാക്സിമം വാല്യൂ എത്രയാണ്? 1 by 4 pi epsilon 0 p cos theta by r square എന്ന് പറഞ്ഞാൽ റിപ്പൾസീവ് പൊട്ടൻഷ്യലിന്റെ മാക്സിമം വാല്യൂ ആണ്. അതിങ്ങനെ വരുമ്പോൾ കുറഞ്ഞോണ്ട് വരും. അപ്പൊ ഈ പോയിന്റിൽ എത്രയാണ്? അതിതാണ്. അത് കുറഞ്ഞോണ്ട് വന്ന് എടുത്തെടുക്കുമ്പോൾ എന്തായി? റിപ്പൾസീവ് പൊട്ടൻഷ്യൽ 0 ആയി. അങ്ങോട്ട് പോകുന്നുണ്ടാവും റിപ്പൾസീവ് പൊട്ടൻഷ്യൽ കൂടിക്കൊണ്ട് വരും, മാക്സിമം ആവും. കുറഞ്ഞുകൊണ്ട് വന്ന് 0 ആവും. ഇനി ഇങ്ങോട്ട് വരുമ്പോഴോ അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ കൂടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ മാക്സിമം ആകും. ആ മാക്സിമം വാല്യൂ ആണ് ഇത്. വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ കുറഞ്ഞുകൊണ്ട് വരും, 0 ആവും. There is no attraction or repulsion due to the electrostatic force. എവിടെ? ഇക്വറ്റോറിയൽ ലൈനിൽ. അപ്പൊ ഇങ്ങോട്ട് റിപ്പൾസീവ് പൊട്ടൻഷ്യൽ കൂടുന്നു, ഇങ്ങോട്ട് അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ കൂടുന്നു. ഇവിടെ റിപ്പൾസീവ് പൊട്ടൻഷ്യൽ മാക്സിമം ആകുന്നു, ഇവിടെ അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ മാക്സിമം ആകുന്നു. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഡൈപോൾ കാരണമുള്ള പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ട് പരമാവധി പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ഏതായാലും പൊട്ടൻഷ്യൽ പറഞ്ഞ സ്ഥിതിക്ക് അന്നൊരു ക്ലാസ്സിൽ നമ്മുടെ മുമ്പത്തെ ലെസണിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ ഡ്യൂ ടു ദി ഡൈപോൾ. അത് നമുക്കൊന്ന് കമ്പയർ ചെയ്താലോ? ഓക്കെ, നോട്ട്സ് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു നോട്ടാണ്. ഇൻ ദി കേസ് ഓഫ് ഡൈപോൾ what is the relation between electric field and distance? ഓർമ്മയിൽ കൊണ്ടുപോകാനാ. Electric field is proportional to 1 by r cube, whereas potential is proportional to 1 by r square. Meaning എന്താ? ഡൈപോളിന്റെ കേസിലും ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പെട്ടെന്ന് ഡിക്രീസ് ചെയ്യും. അത്രയും വേഗത്തിൽ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യില്ല. പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യും. ഡിസ്റ്റൻസ് കൂടുമ്പോൾ പൊട്ടൻഷ്യലും ഡിക്രീസ് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡും ഡിക്രീസ് ചെയ്യും. പക്ഷേ പെട്ടെന്ന് ഡിമിനിഷ് ചെയ്യുന്നത് ആരാണ്? പെട്ടെന്ന് ഡിക്രീസ് ചെയ്യുന്നത് ആരാണ്? ഇലക്ട്രിക് ഫീൽഡാണ്. അതിൻ്റെ പിറകിലായിട്ടാണ് പൊട്ടൻഷ്യൽ ഡിമിനിഷ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി അവിടെ ഇക്വറ്റോറിയൽ ലൈനിൽ വാട്ട് ഈസ് ദി ഫീൽഡ്? Equatorial is equal to 1 by 4 pi epsilon 0 എന്തായിരുന്നു? p by r cube അല്ലേ? ഇക്വറ്റോറിയൽ ലൈനിൽ p by r cube. അതേസമയം വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ ഓൺ ഇക്വറ്റോറിയൽ ലൈനിൽ നമ്മൾ കണ്ടുപിടിച്ചു, which is 0. ഓക്കെ. ഇനി വാട്ട് ഈസ് ദി ഫീൽഡ് ഓൺ ആക്സിയൽ ലൈനിൽ? 1 by 4 pi epsilon 0 2p by r cube അല്ലേ? Then what is the potential on axial line? 1 by 4 pi epsilon 0 ഉണ്ടെന്നില്ലല്ലോടാ, p by r square. ഓക്കെ. സോ ഇത്രയാണ് നമുക്ക് പൊട്ടൻഷ്യലിനെ കുറിച്ച് പറയാനുള്ളത്. എവിടെ? പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോളിന്റെ കേസിൽ. ഓക്കെ. ഇനി അടുത്തത് വളരെ ചെറിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടുമായിട്ട് നമുക്ക് കാണാം.